നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ലക്നോ സൂപ്പർ ജയൻസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ശക്തി ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 6 വിക്കറ്റിന് 189 റൺസ് എടുത്തപ്പോൾ 13 പന്തും 8 വിക്കറ്റും ബാക്കിയാക്കി ജയിക്കാൻ ഡൽഹിക്ക് സാധിച്ചു. മുൻ ലക്നൌ നായകനും സീനിയർ താരവുമായ KL രാഹുൽ ഡൽഹിക്കായി നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ടീമിന്റെ വിജയത്തിൽ നിർണായകമായത്. 42 പന്തിൽ 3 വീതം 6ഉം 4ഉം സഹിതം 57 റൺസോടെ രാഹുൽ പുറത്താകത്ത് നിന്ന് ടീമിന്റെ കരുത്താവുകയായിരുന്നു. രാഹുലിനെ സംബന്ധിച്ച ഇത് മധുര പ്രതികാരം കൂടിയാണ്. മോശം പ്രകടനം നടത്തുന്ന താരമെന്നും വ്യക്തിഗത നേട്ടം നോക്കുന്ന താരമെന്നും മുദ്രകുത്തി പുറത്താക്കിയ ലക്നൌ ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയോട് ഗംഭീര പ്രകടനം കൊണ്ട് പക വീട്ടാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം കളത്തിലെത്തിയ ഗോയങ്ക മറ്റ് താരങ്ങളോട് സംസാരിച്ചെങ്കിലും രാഹുലിനെ കാര്യമായി മൈൻഡ് ചെയ്തില്ല. യഥാർത്ഥത്തിൽ തിരിച്ചാണ് പറയേണ്ടത്. ഗോയങ്ക സംസാരിക്കാൻ ശ്രമിക്കവേ രാഹുൽ കൈ മാത്രം കൊടുത്ത് പെട്ടെന്ന് കടന്നു പോകുന്നതാണ് കാണുന്നത്. മത്സരശേഷം കൈ കൊടുത്തെങ്കിലും അധികം സംസാരിക്കാൻ ഗോയങ്ക തയ്യാറായില്ല. എന്തോ മടിയുള്ളതുപോലെ പ്രകടമായിരുന്നു. ഒരു ഇളിബിനായുള്ള ഒരു ചിരിയെല്ലാം ഗോയങ്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. രാഹുൽ കൈ കൊടുത്ത ശേഷം അടുത്ത ആളിലേക്ക് പോകുന്നതാണ് കണ്ടത്. എന്തോ പറയാൻ മുതിരവേ അത് ശ്രദ്ധിക്കാതെ, ഗോയങ്കയെ ശ്രദ്ധിക്കാതെ രാഹുൽ കടന്നു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെയുള്ള ആഘോഷവും ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. 3 വർഷം ലക്നൌവിന്റെ ഭാഗമായിരുന്ന താരമായിരുന്നു രാഹുൽ. അതുകൊണ്ട് തന്നെ ലക്നൌവിനെ സാഹചര്യം മറ്റാരെക്കാളും നന്നായി രാഹുലിന് അറിയാം. ഇത് മുതലാക്കിയാണ് താരം കളിച്ചതെന്നും പറയാം. ലക്നൌവിനെതിരെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം രാഹുൽ പതിവിലും വ്യത്യസ്തമായാണ് തന്റെ ആഘോഷം നടത്തിയത്. ഗാലറിയുടെ ഒരു ഭാഗത്തേക്ക് ബാറ്റ് ഉയർത്തിയാണ് രാഹുൽ ആഘോഷം നടത്തിയത്. ഇത് ഗോയങ്ക ഇരിക്കുന്ന ഭാഗത്തേക്കാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാർത്ഥനായ താരമാണെന്ന് വിശേഷിപ്പിച്ച് ഒഴിവാക്കിയ ഗോയങ്കയ്ക്ക് മുന്നിൽ മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ തലയുയർത്തി നിൽക്കാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ്. രാഹുലിന് തഴഞ്ഞ് പകരം 27 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് 13 ശരാശരിയിൽ ദയനീയ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഗോയങ്കയെ ആകെ മൊത്തത്തിൽ തളർത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇത്രയും വില കൊടുത്തെടുത്തൊരു താരം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം, ദയനീയ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ താൻ പുറത്തുവിട്ട, താൻ തള്ളിക്കളഞ്ഞ താരം മറ്റൊരു വശത്ത് നിന്ന് ശക്തനായി നിലകൊള്ളുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതിൽ പഴം ഒരു വിഷമം ഗോയങ്കയ്ക്ക് ഇനി വരാനില്ല. ഗോയങ്കയുടെ അഹങ്കാരത്തിന് രാഹുൽ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രകടനത്തെ വാഴ്ത്തുകയാണ് ആരാധകർ. എന്തായാലും ഡൽഹി ക്യാപിറ്റൽസ് മുൻ നായകനായിരുന്ന ഋഷഭ് പന്ത് തികച്ചും അപ്രതീക്ഷിതമായാണ് ടീം വിട്ടിരിക്കുന്നത്. ലക്നോ സൂപ്പർ ജയൻസിലേക്ക് IPL റെക്കോർഡ് പ്രതിഫലമായി 27 കോടിക്കാണ് ഋഷഭ് ലക്നൌവിലെത്തിയത്. IPL മോശമല്ലാത്ത റെക്കോർഡുള്ള ഋഷഭിൽ നിന്ന് തകർപ്പൻ പ്രകടനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ 14-ൽ താഴെ ഏറ്റവും മോശം ശരാശരിയിലും 100-ൽ താഴെ സ്ട്രൈക്ക് റേറ്റിലുമാണ് ഋഷഭ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിക്കെതിരെ ബാറ്റർ എന്ന നിലയിൽ ഋഷഭിന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചെങ്കിലും 2 പന്ത് നേരിട്ട് താരം ഡെക്കിനാണ് പുറത്തായത്. ഇപ്പോഴത്തെ ഋഷഭിന്റെ മത്സരത്തിലെ നീക്കങ്ങൾക്കെതിരെ ആരാധകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഋഷഭ് ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് ആരാധകർ നടത്തുന്നത്. ബാറ്റിംഗ് ഓർഡറിലെ പൊളിച്ചെഴുത്ത് ചൂണ്ടിക്കാട്ടിയും ബാറ്റിംഗ് പ്രകടനം ചൂണ്ടിക്കാട്ടിയുമാണ് ആരാധകർ സംശയം ഉയർത്തുന്നത്. മാത്രമല്ല, ഗോയങ്കയെ പേടിച്ചാണ് ഋഷഭ് അവസാനം ഇറങ്ങുന്നതെന്നും ആദ്യമേ ഇറങ്ങി നല്ല പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ഗോയങ്കയുടെ വായിൽ നിന്ന് തെറിയ കേൾക്കുമെന്നൊക്കെ ആരാധകർ പോലും ഋഷഭിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ടെങ്കിലും ഇപ്പോഴും കൂറ് ഡൽഹിയോടാണെന്ന് ചിലർ കളിക്കാണെങ്കിലും പറയുന്നുണ്ട്. ഈ സീസണിൽ 2 തവണയും ലക്നോ ഡൽഹിയോട് തോറ്റിട്ടുണ്ട്. ഈ 2 മത്സരത്തിലും ഋഷഭ് ഡെക്കിനാണ് പുറത്തായത്. മോശം ഫോമിലാണെങ്കിലും ഡൽഹിയോട് 2 തവണ ഡെക്കായത് സംശയമുണ്ടാക്കുന്നതാണെന്നൊക്കെ ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും ഋഷഭിനെ സംബന്ധിച്ച കഷ്ടകാലവും രാഹുലിനെ സംബന്ധിച്ച നല്ല കാലവും ഗോയങ്കയെ സംബന്ധിച്ച നാണക്കേടുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.